ഹലോ എവരി വൺ. ഞാൻ ഇന്നൊരു മോട്ടിവേഷണൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ഹാപ്പി ഡേ അല്ലെങ്കിൽ ഒരു ഹാപ്പി ലൈഫ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഐ എം വർഷ ജോസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളൊരു ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ലേ ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് സ്മൈൽ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്മൈൽ ചെയ്യുന്നതിന് ആരും ഒരു മടിയൊന്നും വിചാരിക്കേണ്ട, നാളേക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്മൈൽ ചെയ്യുന്നത് നമ്മൾ ടെൻഷൻസ് എല്ലാം റിലീസ് ചെയ്യും എന്നല്ലേ പറയുന്നത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട്. നമുക്ക് ഈ പ്രശ്നങ്ങൾ കാരണം നമ്മളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഈവൻ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ, അവർക്ക് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെൻഷൻസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പകുതിയോളം ടെൻഷൻസ് ആക്ച്വലി നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. അതായത് നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പകുതി ടെൻഷൻസും നമ്മൾക്ക് ഉണ്ടാവുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് പകുതിയോളം ടെൻഷൻസ്. ഈ ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഒക്കെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% വരെ നമുക്ക് നമ്മളെ ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം. അതിനുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു ഡിസിഷൻ എടുക്കണം. അതെന്താണ് ഞാൻ പറയാം. നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ നമ്മളുടെ അന്നത്തെ ദിവസത്തെ ടെൻഷൻസിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളൊരു തീരുമാനമെടുക്കുക മനസ്സിൽ. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ്, ഐ വിൽ ബി ഹാപ്പി. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് അത് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്ത് വരുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. അതിൽ നിന്ന് എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ തുടങ്ങി. അതിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. കുറേ ഇയേഴ്സായിട്ട് ആൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, വളരെ ചില്ലാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാഷൊക്കെ ആയിട്ടുണ്ടാവും, സോ ഹാപ്പി ആയിട്ടിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിലേക്കുള്ള സന്തോഷത്തിനോടുള്ള അസൂയ കൊണ്ട് ഞാൻ ഇടയ്ക്ക് പോയിട്ട് ചോദിച്ചു, what is the secret of your happiness? Then he said, I took a decision, Varsha. Whatever happens in life, I will be happy. He said like that. ബട്ട് ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും ഇപ്പോൾ നമുക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാനത് വിട്ടു. പിന്നെയും കുറേ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോഴും ആളെപ്പോഴും ഹാപ്പിയാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, വീണ്ടും സെയിം ആൻസർ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു. വീണ്ടും ഞാനത് തള്ളിക്കളഞ്ഞു. വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടപ്പോഴും ആളെ ഹാപ്പിയാണ്, വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോഴും ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കും നിങ്ങളെല്ലാവരെയും പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ഡിസിഷൻസ് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതെന്ന്. എല്ലാവരുടെ ആഗ്രഹവും ഒരു ഹാപ്പി ലൈഫാണല്ലോ. എൻ്റെ ആഗ്രഹവും തീർച്ചയായിട്ടും അത് തന്നെയാണ്. സോ ഞാൻ പതിയെ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഐ സ്റ്റാർട്ടഡ് സെയിങ് മൈ സെൽഫ്, ഐ വിൽ ബി ഹാപ്പി വാട്ട് എവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്. ഇങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് മനസ്സാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങും. ബിക്കോസ് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മളുടെ മനസ്സിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. നമ്മളുടെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളാണ് നമുക്ക് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളുടെ ഒരു അയൽവക്കത്തൊരു ഒരാളൊരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. നമ്മളുടെ വീട്ടിൽ കാർ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവരൊരു കാറ് വാങ്ങി. തീർച്ചയായിട്ടും ഒരു മലയാളിയെ സംബന്ധിച്ചോളം നമുക്ക് എന്തായാലും ഒരു അസൂയ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ നമ്മളതൊരു വിഷയമാക്കില്ല. ലോൺ എടുത്തിട്ടായാലും വേണ്ടില്ല, എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഞാനും വാങ്ങിക്കും അതിനേക്കാൾ വലിയൊരു കാർ അല്ലേ. നമ്മളങ്ങനെ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി ലോണൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ പോയി ഒരു കാറ് വാങ്ങും. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മളോ അവിടെ വരുത്തി വയ്ക്കുന്ന വലിയൊരു ബാധ്യതയാണ്. ശരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നു, അവർ വാങ്ങിച്ചു. പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷെ നമുക്ക് പറ്റുന്ന ടൈമിൽ ഞാനത് റെഡിയാക്കി എടുക്കാം. നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഉള്ളിലെ അസൂയ, നെഗറ്റീവ്സ് എല്ലാം കാരണമാണ് നമ്മൾ ഇതേപോലൊരു വലിയൊരു ബാധ്യതയിലേക്ക് നമ്മൾ പോകുന്നത്. അവസാനം ഇത് വീണ്ടും നമുക്ക് അടുത്ത ടെൻഷനാവും, നമ്മൾക്ക് ഉറക്കം വരെ നഷ്ടപ്പെടും. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു മാസത്തെ EMI അടിച്ചു, രണ്ടാമത്തെ EMI അടിച്ചു, ഇത് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറത്തേക്ക് പോകും. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഡിസിഷൻസിലൂടെ. കാരണം നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വർക്കൗട്ട് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ.
തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് എടുത്ത ഡിസിഷനിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമുക്ക് നമ്മളുടെ മനസ്സിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്, നമുക്ക് നമ്മളുടെ ഹാപ്പി ലൈഫാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മൾ മാക്സിമം കഴിയുന്നത്ര നമ്മൾ ചിരിക്കാൻ നോക്കുക. അത് വലിയവനായിക്കോട്ടെ ചെറിയവനായിക്കോട്ടെ, നമ്മൾ നേരെ ഒരാൾ വരുമ്പോൾ ജസ്റ്റ് സ്മൈൽ. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ അവർക്ക് സന്തോഷം നൽകിയേക്കാം. അവർക്ക് നമ്മൾ വലിയ ചാടക്കാരാണെന്നൊക്കെ ഫസ്റ്റ് ടൈം തോന്നും, നമ്മൾ മിണ്ടാതെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ചിരിച്ചു നോക്കിയാൽ അവരുടെ മുഖത്ത് ഭാവം നമുക്ക് കാണാം. അവർക്കത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സെയിം ടൈം അത് നമ്മൾക്കും ഒരു ഹാപ്പിനെസ് കൂടി ലഭിക്കുന്ന കാര്യമാണ്. വയനാട് ദുരന്തം പോലെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് അവസാനിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മളുടെയൊക്കെ ജീവിതം. പിന്നെ നമ്മൾ എന്തിനും മസിൽ പിടിച്ച് ജീവിക്കുന്നു? കഴിയുന്നത്ര മറ്റുള്ളവരിലേക്ക് ഹാപ്പിനെസ് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ കൊടുക്കുക. സ്വയം ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഫസ്റ്റ് എടുത്ത ഡിസിഷൻസിലൂടെ. സോ ഫ്രം ദിസ് മൊമെന്റ് ടേക്ക് എ ഡിസിഷൻ ദാറ്റ് ഐ വിൽ ബി ഹാപ്പി വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ്. ഇതൊരു തുടക്കമാവട്ടെ. ഐ പ്രോമിസ് യു ദിസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരു നല്ല തുടക്കം ആശംസിക്കുന്നു. ബി ഹാപ്പി. ഐ വിൽ കം ബാക്ക് വിത്ത് മോർ വീഡിയോസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.